ഏയ് കണക്കപ്പിള്ളേ, ഈ വീട് വെക്കുമ്പോഴും കാർ വാങ്ങുമ്പോഴും ഒക്കെ GST നിന്ന് കാശ് കിട്ടുമെന്ന് പറയുന്നത് ഉള്ളതാണോ? GST കാശ് തരും, പക്ഷെ അത് ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് അതിന്റെ എഫക്ട് വരുന്നതെന്ന് മാത്രം. ഈ വീട് വെക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, സിമെന്റ് ആണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ആവുന്നത്. 20% വരെ സിമെന്റ് നമുക്ക് കോസ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് 28% എന്നുള്ള സ്ലാബിൽ നിന്നും 18% സ്ലാബ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാർബിള്, ഗ്രാനൈറ്റ്സ്, സാൻഡ്ലൈൻ ബ്രിക്സ്, വുഡ് ബേസ്ഡ് പ്രോഡക്ട്സ്, ഇതിനെല്ലാം 12% എന്നുള്ള ടാക്സ് സ്ലാബിൽ നിന്നും 5% മാറിയിട്ടുണ്ട്. അതുകൂടാതെ സാധാരണക്കാരുടെ ഒരു ഡ്രീമാണ് ഒരു കാർ എടുക്കുക, ബൈക്ക് എടുക്കുക എന്നുള്ളതൊക്കെ. അപ്പൊ അതിലും ഈ 4 മീറ്ററിന് താഴെയുള്ള സാധാരണ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഡീസലിലാണെങ്കിൽ 1500 cc താഴെ, പെട്രോൾ ആണെങ്കിൽ 1200 cc താഴെ, അങ്ങനെയുള്ള വാഹനങ്ങൾക്കെല്ലാം സ്ലാബ് റേറ്റ് മാറിയിട്ട് 20% നിന്നും 18% ടാക്സ് സ്ലാബ് മാറിയിട്ടുണ്ട്. അതുപോലെ ബൈക്കിന്റെ കാര്യത്തിലും 350 cc താഴെയുള്ള എല്ലാ വാഹനങ്ങൾക്കും 28% നിന്ന് 18% മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടലി നോക്കുമ്പോൾ വീട് വയ്ക്കുക, കാർ വാങ്ങുക, ബൈക്ക് വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് 15% വരെ കോസ്റ്റ് നമുക്ക് കട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്, സ്ലാബ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് കണക്കുകളെ ഫോളോ ചെയ്യുക.